റിഫ്ലെക്സ് ടെക് വേയിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു 5.2 നല്ല ഹെവി ആയിട്ടുള്ള ഒരു ആംപ്ലിഫയർ ആണ് ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ 5.2 എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു സബ് ഊഫറാണ് നമ്മൾ ഇവിടെ വെച്ചിരിക്കുന്നത്. ഈ കസ്റ്റമറുടെ കയ്യിൽ ഒരു 12 ഇഞ്ച് സബ് ഊഫർ വേറെ ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സബ് ഊഫർ മാത്രം കൊടുക്കുന്നത്. ഇതിൻ്റെ കൂടെ നമ്മൾ 5 സാറ്റലൈറ്റ് ബോക്സ് അതുപോലെ തന്നെ ഒരു സബ് ഊഫറും ആംപ്ലിഫയർ ആണ് ഇതിൻ്റെ കൂടെ കൊടുക്കുന്നത്. ഈ കസ്റ്റമറുടെ കയ്യിൽ 12 ഇഞ്ച് വേറെ സബ് ഊഫർ ഉള്ളതുകൊണ്ടാണ് ഒരെണ്ണം നമ്മൾ കൊടുക്കുന്നത്. ഇത് അവർ സോണി വേണമെന്ന് പറഞ്ഞ കാരണം കൊണ്ടാണ് നമ്മൾ സോണിയിലെ എടുത്തത്. സാധാരണ നമ്മൾ കൊടുക്കാറുള്ള സബ് ഊഫർ JBL കൊടുക്കാറുണ്ട്, ODX കൊടുക്കാറുണ്ട്. സോണി ഇതുപോലെയുള്ളതൊക്കെ ആവശ്യപ്പെട്ടാൽ നമ്മൾ അതും കൊടുക്കാറുണ്ട്. അതുകൂടാതെ നമ്മൾ 4 സാറ്റലൈറ്റ് ബോക്സും ഒരു സെൻട്രൽ സ്പീക്കറാണ് ഇതിൻ്റെ കൂടെ കൊടുക്കുന്നത്. ഇതിനകത്ത് വന്നിരിക്കുന്നത് 4 ഇഞ്ചിൻ്റെ അവാർഡിൻ്റെ ഊഫർ വയ്ക്കാറുണ്ട്, ബോൾട്ടിൻ്റെ ഊഫർ വയ്ക്കാറുണ്ട്. അങ്ങനെ 2V ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. 4 ഇഞ്ച് ഊഫറും ഒരു ട്യൂട്ടറാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. സെൻട്രൽ ബോക്സിൽ വന്നിരിക്കുന്നത് 2 4 ഇഞ്ച് ഊഫറും ഒരു ട്യൂട്ടറാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. നമ്മൾ കാറിൽ ഉപയോഗിക്കുന്ന ട്യൂട്ടറൊക്കെ തന്നെയാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. എല്ലാം വുഡിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ ഈ ആംപ്ലിഫയറിൽ ഡിജിറ്റൽ ഇൻപുട്ടുകൾ വന്നിരിക്കുന്നത് HDMI, ARC, TV-യിൽ നിന്ന് കൊടുക്കാവുന്ന ARC വന്നിട്ടുണ്ട്, ഒപ്റ്റിക്കൽ, കൊയാക്സിൽ, അനലോഗ് ഇൻപുട്ടായിട്ട് 3 ഓക്സിലറി ഇൻപുട്ട് ഉണ്ട്. സ്പീക്കർ ഔട്ടുകളെല്ലാം നമ്മൾ ബനാന സോക്കറ്റിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. 2 സബിനുള്ള ഔട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 സറൗണ്ട്, സെൻറ്റർ ചാനൽ, ഫ്രണ്ട്, ലെഫ്റ്റ്, റൈറ്റ്, അങ്ങനെ എല്ലാവരും ബനാന സോക്കറ്റിൽ തന്നെ ഫുൾ അക്രിലിക് പാനൽ കൊടുത്തിരിക്കുന്നു. പവറിന് വേണ്ടി നമ്മൾ കൊടുത്തിരിക്കുന്നത് കമ്പ്യൂട്ടർ സോക്കറ്റാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിനകത്ത് മെയിൻ ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ബോർഡ് എന്ന് പറയുന്നത് നമ്മൾ സ്ഥിരം ഉപയോഗിക്കാറുള്ള യൂണിവേഴ്സലിൻ്റെ വെർഷൻ 2 ആയിട്ടുള്ള 5.1 കിറ്റ് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. HDMI, ARCക്ക് വേണ്ടി നമ്മൾ ഫ്യൂടെക്കിൻ്റെ FT003 വെർഷൻ 2 തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 5 ചാനലിന് വേണ്ടി നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് പവർട്രിക്കിൻ്റെ TDA 2030 ഉപയോഗിച്ചിട്ടുള്ള പവർട്രിക്കിൻ്റെ ബോർഡാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. ബൂഫറിന് വേണ്ടി ഈ പ്രാവശ്യം നമ്മൾ കുറച്ച് ഹെവി ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതായത് SD ഓഡിയോസിൻ്റെ 6 ട്രാൻസിസ്റ്റർ വരാവുന്ന ഒരു മോണോബോർഡാണ്. അങ്ങനെ വരുന്ന 2 മോണോബോർഡ് നമ്മൾ ഒറ്റ ഹീറ്റ് സിങ്ങിലാക്കി ചെയ്തു. 300+300 സബിന് ലഭിക്കുന്നത്. ഇത് SD ഓഡിയോസാണ് ഈ ബോർഡ് ഇറക്കുന്നത്. നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബോർഡാണ്. ഇവർ സബിൻ്റെ ഫിൽറ്റർ അതുപോലെയുള്ള മറ്റുള്ള ബോർഡുകൾ, മോണോ ബോർഡ്, സ്റ്റീരിയോ ബോർഡ്, BT ബോർഡ് ഇതെല്ലാം ഇറക്കുന്നുണ്ട്. നല്ല ക്ലീൻ ബോർഡാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ 300 വാട്ടിന് വേണ്ടി ഇവരുടെ SD ഓഡിയോസിൻ്റെ എടുത്തത്. ഇനി നമുക്ക് ഇതിൻ്റെ ഇൻറ്റീരിയറിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ ഓഡിയോ ക്വാളിറ്റി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓഡിയോ ക്വാളിറ്റിയിൽ എല്ലാ വീഡിയോയിലും പറയാറുള്ള പോലെ തന്നെ നമുക്ക് യൂട്യൂബ് തരുന്ന സോങ്സ് ഇടാൻ സാധിക്കുള്ളൂ. വീഡിയോയ്ക്ക് ഒരു 10 സെക്കൻഡ് നമുക്ക് ഇടാൻ സാധിക്കുള്ളൂ. അതിൽ കൂടുതലിട്ട് കോപ്പിറൈറ്റ് പ്രോബ്ലം വരും. ഇനി നമുക്ക് ഇതിൻ്റെ ഓഡിയോയും അതുപോലെ തന്നെ ഇൻറ്റീരിയറിൽ ചെക്ക് ചെയ്ത് നോക്കാം. ഇതാണ് നമ്മുടെ ആംപ്ലിഫയറിൻ്റെ ഉൾവശം വന്നിരിക്കുന്നത്. ഈ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഈ ഭാഗത്ത് മൊത്തം നമ്മൾ പവർ സപ്ലൈ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. നോക്കുമ്പോൾ അറിയാം നമ്മുടെ പേരിൽ തന്നെ റിഫ്ലക്ഷൻ എഴുതിയെന്ന് നമ്മുടെ തന്നെ പവർ സപ്ലൈ ആണ്. നമ്മൾ പറഞ്ഞ ഡിസൈൻ ചെയ്യിപ്പിക്കുന്ന പവർ സപ്ലൈ ആണ്. ഇതിൽ സപ്ലൈ എടുത്തിരിക്കുന്നത് സബ് ഊഫറിന് വേണ്ടി മാത്രം എടുത്തിരിക്കുന്നത്. നമ്മൾ 10,000-ന്റെ 4 കപ്പാസിറ്ററാണ് 63 വോൾട്ട് കൊടുത്തിരിക്കുന്നത്. ഇത്തിരി ഹെവി ആയിട്ട് തന്നെ 4 കപ്പാസിറ്റർ നമ്മൾ കൊടുത്തിരിക്കുന്നത് 40,000-ഓളം വരും. പിന്നെ കൊടുത്തിരിക്കുന്നത് 2030 12 വോൾട്ടിന് വേണ്ടിയിട്ടാണ് ഈ IC TDAക്ക് വേണ്ടിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇത് കൊടുത്തിരിക്കുന്നത് 6800-ൽ 25 വോൾട്ട് 2 കപ്പാസിറ്ററാണ്. ബ്രിഡ്ജ് ഡയോഡാണ് രണ്ടിലും കൊടുത്തിരിക്കുന്നത്. പിന്നെ HDMIക്കുള്ള പവർ സപ്ലൈ, ഫാനിന് വേണ്ടി സെപ്പറേറ്റ്, ഇതൊക്കെയാണ് പവർ സപ്ലൈയിൽ വന്നിരിക്കുന്നത്. നമ്മൾ തന്നെ പറഞ്ഞു ചെയ്യിപ്പിക്കുന്ന ടൊറോയിഡ് ട്രാൻസ്ഫോമറാണ് ഇതിനകത്ത്. ഇതിൽ 2 രീതിയിൽ വോൾട്ടേജ് വന്നിട്ടുണ്ട്. നമ്മുടെ 5 ചാനലിന് വർക്ക് ചെയ്യാനായിട്ടുള്ള 12 വോൾട്ടും അതുപോലെ തന്നെ സബ് ഊഫറിന് വേണ്ടി കൊടുത്തിരിക്കുന്ന 55-055 നമ്മൾ ഇതിനകത്ത്. പിന്നെ ഇത് പവർ കുത്താനുള്ള സോക്കറ്റാണ് ഈ കാണുന്നത്. ഈ ഭാഗത്താണ് ബനാന സോക്കറ്റുകളെല്ലാം കൊടുത്തിരിക്കുന്നത്. ഇതിൽ ഫ്രണ്ട്, ലെഫ്റ്റ്, റൈറ്റ്, സെൻറ്റർ, സറൗണ്ട്, ലെഫ്റ്റ്, റൈറ്റ്, 2 സബ് ഔട്ട്. പിന്നെ വന്നിരിക്കുന്നത് പവർട്രിക്കിൻ്റെ തന്നെ ഒരു സ്പീക്കർ പ്രൊട്ടക്ഷനാണ്. 2 വലിയ റിലേ കൊടുത്തിരിക്കുന്നത്, 5 ചാനലിനും ചെറിയ റിലേ കൊടുത്തിരിക്കുന്നത്. നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന പവർട്രിക്കിൻ്റെ ബോർഡുകളൊക്കെ തന്നെയാണ്. നമ്മൾ പറഞ്ഞു തന്നെ അതേപോലെയുള്ള കമ്പോണൻറ്റുകളൊക്കെ ഇടിച്ച് നമ്മൾ ചെയ്യിപ്പിക്കുന്നതാണ്. ഇതാണ് യൂണിവേഴ്സലിൻ്റെ 5.1 റിമോട്ട് കിറ്റ് വന്നത്. വെർഷൻ 2 ആണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയായിട്ടാണ് സബ് ഊഫർ ഫിൽറ്റർ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. JRC 4558 ആണ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന സബ് ഊഫറിൻ്റെ IC, അതായത് SMD ടൈപ്പാണ്. അങ്ങനെ HDMI, ARCയുടെ ഡീകോഡർ വന്നിരിക്കുന്നത് ഫ്യൂടെക് FD003 വെർഷൻ 2 ആണ്. ഇതിനകത്ത് HDMI, ARC, ഒപ്റ്റിക്കൽ, കൊയാക്സിൽ, പ്രൊലോജിക് വെർഷൻ 2, അതുപോലെ തന്നെ ഡോൾബി ഡിജിറ്റൽ, DTS ഇതെല്ലാം ഇതിനകത്ത് സപ്പോർട്ടാവും. 5 ചാനലിന് വേണ്ടി സെപ്പറേറ്റ് ഇതേപോലെ ചെയ്യുമ്പോൾ പവർട്രിക്കിൻ്റെ ബോർഡ് തന്നെയാണ് ഉപയോഗിക്കാറുള്ളത്. ഗ്ലാസ് ബോക്സിലുള്ള ബോർഡാണ്. TDA 2030 ആണ് ഇതിനകത്ത് 5 ചാനലിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. ഇതാണ് ഇതിൽ വന്നിരിക്കുന്ന സബ് ഊഫർ ആംപ്ലിഫയർ വന്നിരിക്കുന്നത്. ഇത് SD ഓഡിയോസിൻ്റെ ആണ്. നിങ്ങൾക്ക് നോക്കുമ്പോൾ SD ഓഡിയോസ് ആണ്. ഇത് തിരുവനന്തപുരമാണ്. ഇതിൽ കൊടുത്തിരിക്കുന്നത് Toshiba 5200 അങ്ങനെ 6 എണ്ണം
കൊടുത്തിട്ടുണ്ട്. ഈ ചാനലിന് വേണ്ടി 6 കൊടുത്തിട്ടുണ്ട്. അങ്ങനെ 2 സബിൻ്റെ ബോർഡാണ് കൊടുത്തിരിക്കുന്നത്. 300+300 ഇതിൽ ലഭിക്കുന്നത്. എല്ലാവരും ഒറിജിനൽ തോഷിബ 5200 1943 പെയറുകളാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. നല്ല രീതിയിലുള്ള PCBയും കാര്യങ്ങളൊക്കെ തന്നെയാണ് അവർ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഭാഗത്താണ് ഇതിൻ്റെ ഫ്രണ്ട് പാനൽ ഡിസ്പ്ലേ വന്നിരിക്കുന്നത്. ഇത്രയൊക്കെയാണ് ആംപ്ലിഫയറിൻ്റെ ഉൾവശവും വന്നിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ TVയുടെ HDMI ഓണാക്കി ആംപ്ലിഫയറിലേക്ക് കൊടുത്തിട്ടുണ്ട്. ആംപ്ലിഫയറിൻ്റെ HDMI ഓണാക്കിയിട്ടുണ്ട്. കടയിൽ സ്ഥിരം ഉപയോഗിക്കുന്ന സോണിയുടെ 12 ഇഞ്ച് സബ് വൂഫറാണ് ഇതിനകത്ത് കണക്ട് ചെയ്തിരിക്കുന്നത്. സെൻറ്റർ സ്പീക്കറായിട്ട് അവാർഡിൻ്റെ തന്നെ 2 4 ഇഞ്ചും ട്യൂറ്ററും അതുപോലെ തന്നെ സറൗണ്ടും ഫ്രണ്ട് ലെഫ്റ്റ് റൈറ്റും സെയിം തന്നെ 4 ഇഞ്ചും 2-വേ ബോക്സാണ് കൊടുത്തിരിക്കുന്നത്. ഇത് ഫിലിം ആയതുകൊണ്ട് നമുക്കൊരു 10 സെക്കൻഡ് നമുക്ക് വീഡിയോ പ്ലേ ചെയ്യാം. 10 സെക്കൻഡ് നമുക്ക് പറ്റുള്ളൂ. അതിൽ കോപ്പിറൈറ്റ് പ്രോബ്ലം വരും. ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇതിൻ്റെ ഓഡിയോ കേട്ടിരിക്കും, അതുപോലെ തന്നെ ഇന്റീരിയലും കണ്ടിരിക്കും. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ മാക്സിമം നിങ്ങൾ വാട്സപ്പ് ചാറ്റ് ഒഴിവാക്കിയിട്ട് IMO കോൾ അതുപോലെ തന്നെ വാട്സപ്പ് കോള് നോർമൽ കോളൊക്കെ വിളിക്കാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിലൊക്കെ ഇതേപോലെ സാറ്റലൈറ്റ് ബോക്സുകൾ ചെറിയ സോണിയുടെ അല്ലെങ്കിൽ മറ്റുള്ള കമ്പനിയുടെ ഓങ്കിയോ ഡെനോൻ്റെ ഒക്കെ സ്പീക്കറുകൾ ഉണ്ടാവും. അതിന് മാച്ചായിട്ടുള്ള രീതിയിലുള്ള ആംപ്ലിഫയർ നമുക്ക് ചെയ്യാൻ സാധിക്കും. നമ്മൾ ചാറ്റിങ്ങിൽ കൂടെ ഇതിൻ്റെയൊക്കെ ഒരു വില മാത്രം പറയാമെന്നല്ലാതെ ഫുൾ ഡീറ്റെയിൽ എനിക്ക് മനസ്സിലാവാനും അതുപോലെ തന്നെ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവാനും കോൾ വിളിക്കാൻ ശ്രമിക്കുക. ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോസുകൾ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ അതുപോലെ തന്നെ ഉപകാരപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കൂടാതെ സബ്സ്ക്രൈബ് കൂടി ചെയ്യാൻ ഓർക്കുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ബെല്ലൈക്കൺ കാണാം. അത് അമർത്തിയാലാണ് നമ്മുടെ ചാനലിൽ വരുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം.